വാൾപ്പാറ അതിരപ്പള്ളി റൂട്ട് പല പ്രാവശ്യം വഴി വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം കുറച്ച് നല്ലൊരു വ്യൂ കിട്ടുന്നു. ആസിൻ മഴക്കാലത്ത് വന്നിട്ടുണ്ട്, അപ്പോഴും നല്ല ഒന്ന് കോട കയറിയിട്ടേ നമുക്കൊന്നും കാണാൻ പറ്റുന്ന അവസ്ഥ. ഇതെന്ന് പറയുമ്പോൾ സമയം വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 4 മണി 4:30 ആയിരുന്നു. ഡിസംബറാണ്, പക്ഷെ ഇത്തവണ എന്താണെന്ന് അറിയില്ല, അത്ര നല്ല കോടില്ല. കാരണം വൈകുന്നേരമായിരിക്കാം. ഒരു മോർണിംഗ് വരെയും ഒരു 6 മണി അല്ലെങ്കിൽ 8 മണിക്ക് മുമ്പ് വരണം വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും കോട എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ 4 മണി ആയാലുണ്ടല്ലോ എല്ലാം ഇറങ്ങി വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മളൊരു വൈകുന്നേരം ഒരു 6 മണി കഴിയണം. പക്ഷേ ചെക്ക് പോസ്റ്റ് ഒരു 4 മണിക്ക് ശേഷം 4 മണി 5 മണിക്ക് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കടത്ത് വിട്ടില്ല. അതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ. സോ ഇതിപ്പോൾ എൻ്റെ 4-മത്തെയോ 5-മത്തെയോ പ്രാവശ്യമാണ് വാൾപ്പാറ അതിരപ്പള്ളി റൂട്ട് അല്ലെങ്കിൽ അതിരപ്പള്ളി വാൾപ്പാറ റൂട്ട് പോകുന്നത്. ഇത്തവണ കൊടൈക്കനാലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് 2-3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് മൂന്നാർ വഴി കയറാം. അതായത് തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ മറയൂർ ചിന്നാർ അടിപൊളി റൂട്ടായിട്ട് വരുന്നത്. അതും നല്ല റൂട്ടാണ്, അതിൽ കൂടെ വരാം. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ട് അതിരപ്പള്ളി ചാലക്കുടി വാൾപ്പാറ ആ ഒരു റൂട്ട് വഴി കയറാം. ഞാൻ വിചാരിച്ചത് എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, നാട്ടിലേക്ക് വരേണ്ട ആവശ്യം വരുന്നത്. സോ ഈ റൂട്ട് തന്നെ എടുത്തു. പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉള്ള വഴിയൊക്കെ തന്നെയാണ്. കാരണം കാണാൻ പറ്റുന്ന ചെറിയ റൂട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് ബാരിക്കേഡ് കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ കാണ്ടുപോയി താഴോട്ട്. താഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ താഴ്ചയൊന്നല്ല, നല്ല താഴ്ച. പിന്നെയെന്ന് പറയുമ്പോൾ റൂട്ടിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ബസ് പ്രൈവറ്റ് പബ്ലിക്, അതായത് പ്രൈവറ്റ് വണ്ടികൾ കുറച്ച് വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് പബ്ലിക് നമ്മുടെ ആനോണ്ടിക്കുണ്ടല്ലോ, അല്ലെങ്കിൽ വലിയൊരു ബസ്സൊക്കെ വരുമ്പോൾ ഇവന്മാരെങ്കിലും ചീറി പറഞ്ഞു വരും. എന്ന് പറയുമ്പോൾ ചെറിയ റൂട്ട് കാരണം നമുക്ക് അത്രയും ഒതുക്കാൻ പറ്റുന്നില്ല. ബൈക്കാണെന്നെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പെടും. ഇത് കണ്ടിട്ട് ബൈക്കാണ് വരുന്നത്. അപ്പോൾ അത് 2-മത്തെ കാര്യം. 3-മത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പ്രശ്നം തന്നെ. അതായത് നമ്മുടെ വണ്ടി സർവീസ് ചെയ്ത് ഉത്തമമാക്കിയിട്ട് വേണം ഇവിടെ വരാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ വഴി കിടക്കും. പിന്നെ വഴിയിൽ വേറെ നമ്മളെ സഹായിക്കാനായിട്ടോ അങ്ങനെ ആരും ഉണ്ടാവണമെന്നില്ല. പബ്ലിക് വെഹിക്കിൾസ് ഉണ്ടാവും, പക്ഷേ നമുക്ക് വണ്ടിയുടെ സർവീസിങ്ങിനായിട്ട് മെക്കാനിക്കൽ കിട്ടാനായിട്ടോ ഒന്നുമില്ല. ഇപ്പോൾ ഇതിനു മുമ്പും എനിക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പണ്ട് വന്നപ്പോഴും ഒരു ചെറിയ പണി കിട്ടിയായിരുന്നു. അത് ഏകദേശം ചെക്ക് പോസ്റ്റിന് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് പണി കിട്ടിയതായിരുന്നു. കാറായിരുന്നു, കെട്ടുപോയി. കാരണം ബൈക്കിനാണെങ്കിൽ തള്ളിയിട്ടെങ്കിലും മാറ്റി വയ്ക്കാം. പക്ഷേ കാറാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും നമുക്ക് പറ്റില്ല. 4 പേരുണ്ടായിരുന്നു ബസ്സിൽ. അങ്ങനെ ഒരു പണി കിട്ടാൻ ചാൻസുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വാൾപ്പാറ എത്തണം, അല്ലെങ്കിൽ അതിരപ്പള്ളിക്ക് എത്തണം, എന്തെങ്കിലും കിട്ടാനൊക്കെ. അപ്പോൾ അത് 3-മത്തെ കാര്യം. 4-മത്തെ കാര്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ആനിമൽസ് ഇവിടെ എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് പുലി, കരടി, ആന, പന്നി ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ബാക്കി 3 മതിയുണ്ട്. അപ്പോൾ ഇതുവരെയ്ക്ക് ഞാൻ ആനയെ ബസ് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ബൈക്കായി പോകുമ്പോഴല്ല, ബസ്സിൽ നമ്മളായിരുന്നു. ജസ്റ്റ് നമ്മുടെ സൈഡിൽ മാറി നിൽക്കുന്നത്. അത് ഒരു ആനക്കൂട്ടായിരുന്നു, ഒറ്റയാനല്ല. ഒറ്റയാനാണെന്നുണ്ടെങ്കിലാണ് ഇത്തിരി കൂടി ഡേഞ്ചർ. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് കിട്ടി. ഇതേപോലെയാണ് വരും. ഈ പുള്ളിക്കാരൻ മാനിയാണ് കേട്ടോ. കാരണം പുള്ളിക്കാരൻ ഹോളിൽ വന്നത്. പക്ഷേ എല്ലാവരും അങ്ങനെ പോകണമെന്നും പറ്റും. അപ്പോൾ എസ്പെഷ്യലി വളമൊക്കെ ആകുമ്പോൾ ഒരു ബ്ലൈൻഡ് വ്യൂ
മറയ്ക്കാനുള്ള ഒരു മിറർ അങ്ങനെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നമ്മളൊരു സ്പീഡ് നോക്കിക്കണം പോകാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ 4 പ്രശ്നങ്ങളാണ് ഇവിടെ പ്രശ്നങ്ങളായിട്ട് പറയാനുള്ളത്. പിന്നെ മഴയൊക്കെ പെയ്യാൻ നേരം എന്തെങ്കിലും മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ എൻ്റെ മരം വീഴലോ പറഞ്ഞ വഴിക്കൊരു മരം വീഴുന്നുണ്ടായിരുന്നു വഴി മാറ്റി വിട്ടിട്ടുണ്ടായിരുന്നു വഴി. പക്ഷെ എന്നാലും അങ്ങനെയും ഒരു പ്രശ്നം വരും. പക്ഷെ അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് കാണാൻ പറ്റിയൊരു വഴിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പീസ്ഫുള്ളി ഇങ്ങനെ പോകാം. പീസ്ഫുള്ളി എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് അലർട്ടായിരിക്കണം. കാരണം പറഞ്ഞ വഴി ചെറുതാണ്. കാട്ടിൽ നിന്ന് ചാടി വരാനൊന്നും പ്രത്യേകിച്ച് സമയവും കാര്യങ്ങളൊന്നും വേണ്ട. സോ അതും ഒരു സംതിങ് ആണ്. പിന്നെ പെട്രോൾ അടിച്ചിട്ടു എന്താണ് എന്താണ്. അപ്പോൾ ലിഫ്റ്റ് ഒരെണ്ണം കൂടി വന്നിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നത് കാട്ടുകുരങ്ങൻ കരിങ്കുരങ്ങാന്ന് തോന്നുന്നു. കണ്ടിട്ട് ഫുൾ ബ്ലാക്കാണ്. അപ്പോൾ അങ്ങനത്തെ 2 പ്രശ്നങ്ങൾ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് നല്ല രീതിക്ക് കാടിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു വഴിയാണ്. ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് അറിയാം. ഞാൻ നോക്കില്ല. ഞാനിപ്പോൾ പറയുന്നതിന് മുമ്പ് തന്നെ കുറേ പേര് യൂട്യൂബേഴ്സായാലും ബാക്കിയുള്ളവർ പോയിട്ടൊക്കെ ഉണ്ട്, പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അറിയാവുന്ന വഴി തന്നെയാണ്. അങ്ങനെ ഹിഡൻ സ്പോട്ടോ അങ്ങനൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും ഇതൊരു എക്സ്പീരിയൻസാണ്. കാരണം ഏകദേശം 2-2.5 മണിക്കൂറാണ് കാടിനുള്ളിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കേണ്ടത്. സോ ഫ്രണ്ട്സായി കഴിഞ്ഞാലും ഫാമിലി ആയി കഴിഞ്ഞാലും കപ്പിളായി കഴിഞ്ഞാലും നമുക്ക് ഇതാദ്യം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കാം. ഞാനിപ്പോൾ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം വന്നിട്ടുണ്ട്. 4-5 വർഷം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സോളോ എന്ന് പറയാനായിട്ട് ഒരു 3 പ്രാവശ്യം ആയിട്ടായിരിക്കണം എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു പ്രാവശ്യം TVS തന്നെ TVS റോണിയാണ് നല്ല അടിപൊളി വണ്ടിയാണ്. അപ്പോൾ TVS തന്നെ കമ്പനിക്കാർ ഒരു റൈഡ് കഴിഞ്ഞൊരു കൊല്ലം ഏത് സമയത്ത് ഒരു മഴക്കാലത്തിനോടനുബന്ധിച്ചുള്ള സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അപ്പോൾ അന്ന് അത്യാവശ്യം കുറച്ചധികം പേരുണ്ടായിരുന്നു. പക്ഷെ അതൊരു കോൺവോയ് ബറ്റാലിയൻ ആയിട്ട് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് അതിലെ പുള്ളിക്ക് വാൾപ്പാട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം KSRTC തന്നെ മഴയാത്ര എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു ഒരു കോവിഡിൻ്റെ സമയത്ത്. അതായത് 2020-2021 ആ സമയത്തൊക്കെ. അപ്പോൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടായിരുന്നു. എൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞാലും ആ ഭാഗത്തു നിന്നായിരുന്നു സ്റ്റാർട്ടിങ്. അന്ന് നല്ല രസമായിരുന്നു. കാരണം ഒന്നാമത് KSRTC പോകുമ്പോൾ അതിൻ്റെ സുഖം വേറെ തന്നെയാണ്. പിന്നെയെന്ന് പറയുമ്പോൾ ബൈക്കിലോ കാറിലോ പോകുന്നില്ല. കുറച്ച് നല്ല പൊക്കത്തിലല്ലേ ഇരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള സ്പോട്ടൊക്കെ വരുമ്പോൾ ഒരു തോന്നുന്നില്ല. പോയി ഓപ്പൺ സ്പോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. നമുക്ക് ബൈക്കിലൊന്നും അത്ര വ്യൂ കിട്ടും. ബൈക്കിൽ ഒരു വേറെ എക്സ്പീരിയൻസാണ്. കാരണം ഓരോ വളവും ചേരുവും പിന്നെ സ്മെല്ലും അതായത് ഓരോ മരത്തിൻ്റെ ഓരോ പുഷ്പങ്ങളുടെയും ഓരോ ഭാഗത്തെത്തുമ്പോഴും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. സ്മെല്ല്, ബോഡി മൂവ്മെൻറ്റ്, പിന്നെ നമ്മുടെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇത്രയും ദൂരം നമ്മൾ വണ്ടി ഓടിച്ച് വന്നു, കാട്ടുകൂടി വണ്ടി ഓടിച്ച് വന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട വണ്ടിയുടെ കൂടെ ആകുമ്പോൾ അതിൻ്റെ രസമൊന്ന് വേറെ തന്നെ. ഇത് ബൈക്കിനോടൊപ്പം ഇറങ്ങിയൊന്നും പറ്റില്ല. ബട്ട് ബസ്സിപ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഞാൻ ഈ കൂടെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. മഴയത്തും വെയിലത്തും ഇതുപോലത്തെ ഒരു ഇടത്തരം കാലാവസ്ഥയിൽ. ഇതിപ്പോൾ ഞാൻ കോട പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല ഡിസംബർ സമയമായതുകൊണ്ട് ഒരു കോട പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. ഈ ഒരു ക്ലൈമറ്റ് നൈസാണ്. ഞാൻ ഈ സമയത്ത് കുറച്ച് തണുപ്പുണ്ട് കമ്പാരിറ്റീവ്ലി. ഞാനിപ്പോൾ
മണ്ടയ്ക്ക് വീണാണ് ഞാൻ അപ്പോൾ എന്നാലും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ഈ റൂട്ടൊക്കെ വന്ന് കാടിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ച് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആനിമൽസിനൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം തരുന്ന ഒരു സ്ഥലമാണ് വാൾപ്പാറ അതിരപ്പള്ളി റൂട്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ കാരണം വെച്ചാൽ ആക്ഷൻ ക്യാമറ പുതിയതാണ്. അതിൻ്റെ പ്രശ്നമല്ല, ഞാൻ വാങ്ങിച്ച മെമ്മറി കാർഡിൻ്റെ ആ ഒരു സ്റ്റോറേജ് പ്രശ്നമാണ്. സ്റ്റോറേജ് കുറവാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റോറേജ് ബാക്കിയില്ല. സ്റ്റോറേജിന് പുറമെ ബാറ്ററി കുറച്ച് ബാക്കി. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അതിരപ്പള്ളി അതിലേക്ക് റേഞ്ചില്ല, പിന്നെ എടുക്കാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഫുട്ടേജ് നമുക്ക് ബാക്കി കിട്ടും. സ്റ്റോറേജ് സ്പേസിന് ഏകദേശം ആ 10 മിനിറ്റ് തന്നെ ഫില്ലായി കഴിയും. അപ്പോൾ അങ്ങനെ പോകാൻ നേരം ഒരു വീഡിയോ ഒന്നും തന്നിട്ട് ടോട്ടിയാണൊക്കെ ഇവൻ റൈഡ് പോരും. അതായത് ഞാനിപ്പോൾ കൊടൈക്കനാലിൽ വരുന്നത്. കൊടൈക്കനാലിൽ ഞാൻ ഡയറക്റ്റ്ലി ഇതിലേക്ക് നാട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഹിൽ ഏരിയ എന്ന് പറയുമ്പോൾ തിരിച്ചു വരാൻ നേരത്ത് ഹിൽ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് നടത്തി കഴിഞ്ഞാൽ മൂന്നാറ് കയറി തിരിച്ച് നാട്ടിലേക്ക് എത്താം. അല്ലാതെ കഴിഞ്ഞാൽ ഈ റൂട്ട് വാൾപ്പാറ അതിലേക്ക്. അല്ലാന്ന് വെച്ചാൽ നേരാവണ്ണം നേരെ ചൊവ്വേ റോട്ടിൽ കൂടെ കയറാനുള്ള വകുപ്പുണ്ട്. അതായത് കറക്റ്റ് എനിക്ക് അറിയില്ല, ബട്ട് കോട്ടയം ആ സൈഡ് കയറും തോന്നുന്നു, മൂവാറ്റുപുഴ ആ സൈഡ് കയറി പോകുന്നു. എന്ന് പറയുമ്പോൾ സേഫ് ആയിരിക്കും, സിറ്റി ഏരിയ ആവുക. അപ്പോൾ ഇത് മണ്ടക്കിലൂടെയായിരുന്നു അതെന്ന് പറഞ്ഞത്. അതായത് വാൾപ്പാറ വഴി തിരിച്ചു വരാന്നുള്ള കാര്യം ഞാൻ അങ്ങനെ വിചാരിച്ചതല്ല.